നമസ്കാരം. കാരായിമാർക്ക് കാരാഗൃഹം തന്നെ. സുബീഷിന്റെ മൊഴിയും സഹായത്തിനെത്തിയില്ല. തുടരന്വേഷണത്തിന് തെളിവ് പര്യാപ്തമല്ലെന്ന് CBI കോടതി ഉത്തരവിട്ടു. കണ്ണൂർ CPMനെ കൈവിട്ട കോടതി കാരായിമാരുടെ കേസ് കടുപ്പിച്ചു. ഒന്നിലധികം കൊലക്കേസുകളിലെ പ്രതിയാണ് സുബീഷ്. സുബീഷ് സ്വമേധയാ കുറ്റസമ്മതം നടത്തിയിട്ടും കോടതി സമ്മതിക്കാഞ്ഞത് എന്തുകൊണ്ട്? കോടതിയുടെ വിസമ്മതം CPMന് സഹിക്കാത്തത് സ്വാഭാവികം മാത്രം. പക്ഷെ ഫസലിന്റെ വീട്ടുകാരോ? പ്രതിയെ ചൊല്ലി പല തട്ടിലാണ് ആ കുടുംബത്തിലെ സഹോദരങ്ങൾ. CBI കോടതി വിധി സഹോദരൻ അബ്ദുൾ സത്താറിന് തിരിച്ചടിയായപ്പോൾ സഹോദരി റംലയ്ക്ക് വിധിയിൽ അടങ്ങാത്ത സന്തോഷം. സഹോദരനെ പാട്ടിലാക്കി CPM കളിച്ചത് കാരായിമാർക്ക് വേണ്ടിയെന്നാണ് റംലയുടെ വാദം. കണ്ണൂർ പോലീസ് തുടങ്ങിവെച്ച സുബീഷിന്റെ മൊഴി വിവാദം കോടതി ഉത്തരവോടെ കെട്ടടങ്ങുകയാണ്. CPMനാകട്ടെ കാരായിക്കാകട്ടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് കൈവിട്ടു പോയത്. അന്വേഷണ ഏജൻസി ആവശ്യപ്പെടില്ലെങ്കിൽ തുടരന്വേഷണം അസാധ്യമെന്നാണ് കോടതിയുടെ നിലപാട്. കാരായി കേസിലെ കോടതി നിലപാട് കീഴ്വഴക്കമാകുമോ വരും കാലങ്ങളിൽ? നീതിപീഠത്തിന്റെ നിലപാടിനെ പറ്റി നിയമവൃത്തങ്ങളും നിരീക്ഷണം നടത്തുകയാണ്. കുറ്റസമ്മത മൊഴിയും കൈവിട്ടതോടെ കാരായിമാരുടെ കുരുക്കുമുറുകിയോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ഫസൽ വധക്കേസിൽ തുടരന്വേഷണം തള്ളിയത് കാരായിമാർക്കേറ്റ കനത്ത തിരിച്ചടിയോ? 2. സുബീഷിന്റെ കുറ്റസമ്മത മൊഴി കോടതി കണക്കിലെടുക്കാഞ്ഞത് വിശ്വാസയോഗ്യമല്ലെന്ന വിലയിരുത്തൽ കൊണ്ടോ? 3. കുറ്റസമ്മത മൊഴി കൊണ്ട് കേസിന്റെ ഗതി മാറ്റാൻ കണ്ണൂർ CPM കരുക്കൾ നീക്കിയോ? 4. അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടില്ലെന്നത് തുടരന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ? 5. ഫസൽ വധക്കേസിലെ കുറ്റസമ്മത മൊഴി ഫസലിന്റെ കുടുംബം പോലും ഏറ്റെടുക്കാഞ്ഞത് എന്തുകൊണ്ട്? 6. CBIക്കെതിരെ വാളെടുത്ത CPM CBIയുടെ വിശ്വാസ്യത ഊട്ടിയുറപ്പിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. കാരായിമാർക്ക് കാരാഗൃഹമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C. മാത്യു, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം P. നൂറുൽ അമീൻ എന്നിവർ. ഫസലിന്റെ സഹോദരി റംലയും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ടെലിഫോൺ ലൈനിൽ അവരെയും പ്രതീക്ഷിക്കുന്നു. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരിടവേള.